بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد الحمد لله എല്ലാ വെള്ളിയാഴ്ചയിലും നടക്കുന്ന ഇഹ്യാ ഉലൂമുദ്ദീൻ അതിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞതിൽ സ്ക്രീനിൽ കിതാബ് നൽകിയിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് സ്ക്രീനിൽ തന്നെ കിതാബ് നൽകിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇടപെടണം എന്ന് ഉദ്ദേശിക്കുന്നവർ ആ സമയം ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് വന്നാൽ മതി. ഇൻഷാ അല്ലാഹ്. ബയാനു ത്വരീഖിൽ ലദീ യഅരിഫു ബിഹിൽ ഇൻസാനു ഉയൂബ നഫ്സിഹി. എങ്ങനെയാണ് നമ്മള് സെൽഫ് ഡെഫിഷ്യൻസികൾ, നമ്മളെ സ്വയം ഐബുകൾ, ന്യൂനതകൾ എങ്ങനെ തിരിച്ചറിയാം, പോരായ്മകൾ എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് ഈ ഭാഗത്ത് പറയുന്നത്. എങ്ങനെ സ്വയം പോരായ്മകൾ മനസ്സിലാക്കാം. ബാക്കിയുള്ള ഭാഗം കേട്ടിട്ട് ഈ ഭാഗം കേൾക്കണം. ഈ ഭാഗം മാത്രം കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ചില ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ചിലരൊക്കെ ഈ OCD ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സൂക്കേട് ഉണ്ടാകാറുണ്ട്. പ്രയാസം മാത്രം അന്വേഷിച്ച് നടന്നിട്ട് അത് പിന്നെ ഒരു ഡിസോർഡർ ആയൊക്കെ മാറിയ ആൾക്കാരൊക്കെ. ഇവിടെ അതില്ലാതിരിക്കാൻ കഴിഞ്ഞ ഭാഗം കേട്ടിട്ടാണ് ഈ ഭാഗം കേൾക്കേണ്ടതെന്ന് അർത്ഥം. അത് സ്വയം ന്യൂനത മാത്രം അന്വേഷിച്ച് നടക്കലല്ല, വിഷയങ്ങൾ മനസ്സിലായിട്ടാണ് ന്യൂനത അന്വേഷിക്കുന്നിടത്തേക്ക് എത്തുന്നത്. ഏകദേശം 15 ഭാഗങ്ങൾ ഈ ബാബിൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം 100-ലധികം ക്ലാസ്സുകൾ ഇഹ്യാ ഉലൂമുദ്ദീന്റേത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ അജായിബുൽ ഖൽബിന്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ 2 പ്രധാന അധ്യായങ്ങൾ, അതുപോലെ മുആശറത്ത്, മുസാഹബത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 3-ാമത്തെ ബാബാണ്. ഇൻഷാ അല്ലാഹ് ക്രമത്തിലല്ല ബാബ് ചർച്ച ചെയ്യുന്നു നടത്തും. യഅലം അന്നല്ലാഹ അസ്സ വജല്ല ഇദാ അറാദ ബിഅബ്ദിൻ ഖൈറൻ ബസ്സറഹു ബിഉയൂബി നഫ്സിഹി. അല്ലാഹു ഒരാൾക്കൊരു ഖൈർ ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാളുടെ പോരായ്മകളെ അള്ളാഹു കാണിച്ചു. പോരായ്മകളെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരാൾക്ക് സേഫ് ആക്കാനുള്ള ഒരു മാർഗമാണ്. നമ്മൾ ധരിച്ചൊരു ഡ്രസ്സിൽ ഒരു ഓട്ടമുണ്ട്, അത് നമ്മൾ അറിയാന്നുള്ളത് നമ്മൾ സേഫ് ആകാനുള്ള വഴിയാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ മാനസികമായ ന്യൂനതകൾ, അത് മനസ്സിലാക്കുക എന്നുള്ളതും നമ്മൾ സേഫ് ആകാനുള്ള ഒരു മാർഗമാണ്. ഫമൻകാനത്ത് ബസീറത്തുഹു നാഫിദത്തൻ ലം തഖഫ് അലൈഹി ഉയൂബഹു. ഒരാൾക്ക് നല്ല ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ഭയപ്പെടാനില്ല. ഫൈദ അറഫൽ ഉയൂബ അംകനഹുൽ ഇലാജ്. ഉയൂബ് മനസ്സിലായാൽ അയാൾക്ക് അതിന്റെ ട്രീറ്റ്മെന്റിന് സാധിക്കും. വലകിന്ന അക്സറൽ ഖൽഖി ജാഹിലൂന ബിഉയൂബി അൻഫുസിഹിം. പലർക്കും അവരവരുടെ ന്യൂനതകൾ അറിയില്ല. യറാ അഹദുഹുൽ ഖദാ ഫീ ഐനി അഖീ. പലരും മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണും, പക്ഷെ വലാ യറൽ ജദ്അ ഫീ ഐനി നഫ്സിഹി. ഇയാളെ കണ്ണിലുള്ള പന അയാൾ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ന്യൂനതകൾ കാണുന്നു, സ്വയം ന്യൂനത കാണുന്നില്ല. ഫമൻ അറാദ അൻ യഅരിഫ ഉയൂബ നഫ്സിഹി. അയാൾക്ക് സ്വയം ന്യൂനത അറിയണമെന്നുണ്ടെങ്കിൽ ഫലഹു അർബഅതു തുറുഖിൻ. 4 വഴികൾ അയാൾക്ക് ഉപയോഗിക്കും. ഒരാൾക്ക് സ്വയം ന്യൂനതകൾ അറിയണമെന്നുണ്ടെങ്കിൽ 4 വഴികൾ ഉപയോഗപ്പെടുത്താം. അൽ അവ്വലു അൻ യജ്ലിസ ബൈന യദൈ ശൈഖിൻ ബസീരിൻ ബിഉയൂബിൻ നഫ്സി. ഒരു നല്ല ഗുരുനാഥന്റെ മുമ്പിൽ ഇരിക്കുക. ഷെയ്ഖുൻ ബസീർ, ഒരു ഗുരുനാഥന്റെ മുമ്പിൽ ഇരിക്കുക. അയാൾക്ക് ന്യൂനതകളൊക്കെ മനസ്സിലാകും. മുത്തലിഉൻ അലാ ഖഫായൽ ആഫാത്ത്. വളരെ മൈന്യൂട്ടായ, ദഖീഖായ, നിസാരമാണെന്ന് തോന്നുന്ന വളരെ അതിസൂക്ഷ്മമായ അപകടങ്ങൾ, അതെല്ലാം അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇയാളെ പോക്ക് ശരിയില്ല എന്ന് വേഗം മനസ്സിലാകും. വയുഹ്കിമുഹു ഫീ നഫ്സിഹി. അയാൾ അത് വിശദീകരിച്ചു കൊടുക്കും, സ്വയം തന്നെ വിശദീകരിച്ചു കൊടുക്കും. യത്തബിഉ ഇശാറത്തുഹു വയുത്തബഉ ഇശാറത്തുഹു ഫീ മുജാഹദത്തിഹി. ഈ മുരീദിന് അയാളുടെ എഫേർട്ട്, അയാളുടെ പരിശ്രമം, ആ പരിശ്രമത്തിൽ ഈ ഗുരുനാഥനെ പിന്തുടരാൻ കഴിയും. ഗുരുനാഥന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരാൻ പറ്റും. അങ്ങനെയുള്ള ഗുരുനാഥനെ
അയാളെ മുമ്പ് പോയി ഇരിക്കുക. ഒരു ഗുരുനാഥനും ശിഷ്യനും അല്ലെങ്കിൽ ഒരു ഷെയ്ഖും മുരീദും അവരുടെ ഒരു രീതിയാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നല്ല തിരിപാടുള്ള ഒരാളുടെ, നല്ല വ്യക്തത ഉള്ള ഒരാളുടെ, നൈപുണ്യമുള്ള ഒരാളുടെ മുന്നിൽ പോയി ഇരിക്കുക. അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ് അങ്ങനെയുള്ള. അയാൾക്ക് ഈ ഗുരുനാഥൻ മനസ്സിലാക്കി കൊടുക്കും. ഉയൂബ നഫ്സിഹി, ഇയാളുടെ പോരായ്മയൊക്കെ മനസ്സിലാക്കി കൊടുക്കും, ഇയാളുടെ പോരായ്മകളൊക്കെ മനസ്സിലാക്കി കൊടുക്കും. വയുഅർരിഫുഹു ത്വരീഖ ഇലാജിഹി, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കൊടുക്കും. വഹാദാ ഖദ് അസ്സ ഫി സമാനി വുജൂദുഹു, അത് വളരെ കുറവാണ് ഈ കാലത്ത്. അപ്പൊ ഒന്നാമത്തത് അതാണ്, നന്നായിട്ട് അതിസൂക്ഷ്മമായി ന്യൂനതകൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളുടെ മുമ്പിൽ പോയിരിക്കുക, എന്നിട്ട് അയാളുടെ അടുത്തുനിന്ന് തിരുത്തുക. അത്താനി രണ്ടാമത്തത് യതുലുബ സ്വദീഖൻ സ്വദൂഖൻ, സത്യസന്ധനായ ഒരു ചങ്ങാതിയെ തേടുക. ബസീറൻ മുത്തദയ്യിനൻ, മതബോധമുള്ള, നല്ല കാഴ്ചപ്പാടും മതബോധമൊക്കെ ഉള്ള. ഫയുനസ്സിബുഹു റഖീബൻ, എന്നിട്ട് അയാളോട് പറയാം, ഈ എന്റെ കാര്യം ഒന്ന് നോക്കണം, ഇടക്കൊന്ന് എന്നെ നിരീക്ഷിക്കണം. റഖീബൻ അല നഫ്സിഹി, ഇയാളെ നോക്കാൻ ഏൽപ്പിക്കും. ലിയുലാഹിദ അഹ്വാലഹു വ അഫ്ആലഹു, ഇയാളെ അവസ്ഥയും പ്രവർത്തനവും ഒക്കെ ഒന്ന് നിരീക്ഷിക്കാൻ പറയാം, സസൂക്ഷ്മമായി നിരീക്ഷിക്കും. ഫമാ കരിഹ മിൻ അഖ്ലാഖിഹി, അയാളെ സ്വഭാവത്തിൽ മോശമായത് എന്താണോ, വഅഫ്ആലിഹി, പ്രവർത്തനങ്ങളിൽ മോശമായത് എന്താണോ, വഉയൂബിഹി അൽ ബാത്തിനതി വല്ലാഹിറതി, പ്രത്യക്ഷവും പരോക്ഷവുമായ ന്യൂനതകളൊക്കെ യുനബ്ബിഹുഹു അലൈഹി, ഉണർത്തിത്തരാൻ പറയാം. ഫഹകദ കാന യഫഅലുൽ അഖിയാസു അൽ അകാബിറു മിൻ അഇമ്മത്തിദ്ദീൻ, വലിയ മഹാന്മാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു, വലിയ വലിയ സ്വാലിഹീങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു. അതിന്റെ ഉദാഹരണമാണ് കാന ഉമറു റളിയല്ലാഹു അൻഹു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂൽ, പറയാറുണ്ട്, റഹിമല്ലാഹു റഅൻ അഹ്ദാ ഇലയ്യ ഉയൂബി, എന്റെ ന്യൂനതകൾ എനിക്ക് സമ്മാനമായി തരുന്ന മനുഷ്യൻ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പൊ എന്റെ ന്യൂനത പറഞ്ഞു തരുന്ന ആൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. വകാന യസ്അലു സൽമാന അൻ ഉയൂബിഹി, ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാറുണ്ട്, എന്താ എന്റെ ഒരു പോരായ്മ എന്തെങ്കിലും കണ്ടോ? ഫലമ്മ ഖദിമ അലൈഹി ഖാല ലഹു, ഒരിക്കല് സൽമാൻ റളിയല്ലാഹു അൻഹു വന്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മല്ലദി ബലഅക അന്നി മിമ്മാ തക്റഹുഹു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്താ എന്നിലുള്ളത്? ഫസ്തഗ്ഫർ, ശേ അങ്ങനെ എന്താ, നിങ്ങളിലൊക്കെ എന്ത് ന്യൂനതയാ, സോറി. ഫഅലഹ അലൈഹി, അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധിച്ചു പറഞ്ഞു. ഫഖാല, അപ്പൊ പറഞ്ഞു, ബലഗനി അന്നക ജമഅത ബൈന ഇദാമൈനി അലാ മാഇദത്തി, ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ 2 തരം കറി കൂട്ടുന്നുണ്ട്, അഥവാ കുറച്ചധികമാണ് നിങ്ങളെ ഭക്ഷണത്തിലെ ദൂർത്ത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ പറഞ്ഞു, അന്നലക്ക ഹുല്ലത്തൈനി, നിങ്ങൾ 2 ഡ്രസ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഹുല്ലത്തം ബിന്നഹാരി വ ഹുല്ലത്തം ബില്ലൈലി, രാത്രി ഒന്ന് വേറെ പകലൊന്ന് വേറെ, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കാല, റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ ബലഅക ഗൈറു ഹാദാ, വേറെന്തെങ്കിലും ഉണ്ടോ? കാല ലാ, വേറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഫഖാല അമ്മാ ഹാദാനി ഫഖദ് കഫൈതഹുമ, ഇത് 2 മതി, ഇത് 2 മതി എന്ന് പറഞ്ഞാൽ അത് വിലയിരുത്തുകയും അതിന്റെ ശരിയും തെറ്റും വിലയിരുത്തുകയും അത് തിരുത്തുകയും ചെയ്തു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ അത് കാണാം, സംഭവങ്ങളിലൊക്കെ അത് കാണാം. ഈ ശൈലി ഉണ്ടായിരുന്നു എന്നർത്ഥം. എപ്പോഴും നമ്മളെ ന്യൂനത എങ്ങാനും പറഞ്ഞാൽ അവൻ എന്റെ ന്യൂനത നോക്കല്ല പണി, അങ്ങനെ പറയുന്നതിന് പകരം അതിൽ ഞാനെന്താ ഇനി തിരുത്തേണ്ടത്, എവിടെയാണ് ശരി, എവിടെയാണ് തെറ്റുകൾ തിരുത്തുന്നു, മുന്നോട്ട് പോകും, ഈ ശൈലി ഉണ്ടാവുക. ഇത് 2ാമത്തെ റൂട്ടാണ്. വക്കാന യസ്അലു ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് ചോദിക്കുകയായിരുന്നു. വയഖൂൽ ലഹു, എന്നിട്ട് പറയും, അതായത് നബിതങ്ങളുടെ ഹിബ്ബാണ്, നബിതങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആൾ കൂടിയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല രഹസ്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ടായി. വയഖൂൽ ലഹു, ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, അൻത സാഹിബു സിറ്റി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബിതങ്ങളെ സീക്രട്ട് സൂക്ഷിപ്പുകാരനല്ലേ? ഫിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളെ കുറിച്ചൊക്കെ എല്ലാ സീക്രട്ടും നിങ്ങളോടല്ലേ പറയാറുള്ളത്?
ഫഹൽ തറ അലയ്യ ശൈഅൻ മിൻ ആസാരി നിഫാഖ്, എന്റെ അടുത്ത് എന്തെങ്കിലും നിഫാഖിന്റെ വല്ല പ്രശ്നമുണ്ടോ നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഒരു സമീപന രീതി, ആറ്റിറ്റ്യൂഡ്. ഫഹുവ അല ജലാലത്തി ഖദ്രിഹി, ഭയങ്കര സ്ഥാനത്തിരിക്കുന്ന ആളാണ് സയ്യിദ്ന ഉമർ റളിയല്ലാഹു. ഉലൂവി മൻസുബിഹി, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. ആകദാ കാനത്ത് തുഹ്മത്തുഹു ലിനഫ്സിഹി റളിയല്ലാഹു അൻഹു. ഇത്ര വലിയ മഹാന്മാര് അവരുടെ സ്വയം നഫ്സ് പരിശുദ്ധമാണ് എന്നോ എല്ലാം പൂർണ്ണമാണ് എന്നോ ചിന്തിക്കുന്നില്ല. തിരുത്താൻ എപ്പോഴും തയ്യാറാണ്. ഐ ആം എഡിറ്റബിൾ, ഞാൻ തിരുത്താൻ ഒരുക്കമാണ് എന്ന സമീപനം അത് മഹാന്മാരുടെ സമീപനമാണ്. തെറ്റുകൾ തിരുത്താനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്നർത്ഥം. ഫകുല്ലു മൻ കാന ഔഫറ അഖ്ലൻ, നല്ല ബുദ്ധിയുള്ള ആൾക്കാർ, അഅല മൻസുബൻ, വലിയ വലിയ സ്ഥാനമുള്ള മഹാന്മാർ, കാന അഖല്ല ഇഅജാബൻ, അവർക്ക് ഞാൻ ഉഷാറാണ് എന്ന് തീരെ തോന്നില്ല. എന്റെ അതിഷാറാണ് ഇത് അങ്ങനെ തോന്നുകയില്ല. അഅളമ ഇത്തിഹാമൻ ലിനഫ്സിഹി, എവിടെയെങ്കിലും പോരായ്മ ഉണ്ടോ, അല്ലെങ്കിൽ അത് ഭയങ്കരായിരുന്നു അവർ. അവിടെ പോരായ്മ, ഇവിടെ പോരായ്മ, അത് തിരുത്തണം, ഇത് തിരുത്തണം, അങ്ങനെയായിരുന്നു അവരുടെ ശൈലി. ഇല്ല അന്ന അതാ ഐളൻ, ഇതും ഖദ് അസ്സ ഫഖല്ല ഫിൽ അസ്ദിഖാഇ. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താ അറിയോ? ഖദ് അസ്സ വഖല്ല, വളരെ ചുരുക്കമാണ്. ഫിൽ അസ്ദിഖാഇ, ചങ്ങാതിമാരിൽ ഇത് വളരെ ചുരുക്കമാണ്. ചങ്ങാതിമാരിൽ ഈ ഒരു ശൈലി വളരെ ചുരുക്കമാണ്. ഒരാൾ ന്യൂനതകൾ തിരുത്തി കൊടുക്കുക, ന്യൂനതകൾ അന്വേഷിക്കുക ഒക്കെ കുറവാണ്. മയ്യത്തുറുക്കിൽ മുദാഹനത്ത, എന്നാൽ ഒരു സത്യം എന്താ അറിയോ? ഒരാൾ ഈ ഇത്തരം വിഷയങ്ങൾ അതൊക്കെ ഒരു അയകുഴമ്പൻ നയം ഒഴിവാക്കിയാൽ ഫയുഖ്ബിറുൽ ഐബ്, ഫയുഖ്ബിറു ബിൽ ഐബ്, അവര് ന്യൂനത പറഞ്ഞു കൊടുക്കും. ഇത് തിരുത്തിയാൽ നല്ലതാട്ടോ, അവർ പറഞ്ഞു കൊടുക്കും. അവര് വേദനിപ്പിക്കാതെ വഷളാക്കാതെ പറഞ്ഞു കൊടുക്കും. യത്രുക്കുൽ ഹസദ, ഹസദില്ലാത്തവര് ഫലാ യസീദു അല ഖദ്രിൽ വാജിബ്, അവര് നല്ല മുദാഹനത്തുണ്ട്, അതേ സമയത്ത് ഹസദില്ല. ഹസദില്ലെങ്കിൽ എന്ത് ചെയ്യും? അത്യാവശ്യമുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും. ഫലാ യസീദു അല ഖദ്രിൽ വാജിബ്, ഖദ്റുൽ വാജിബിനേക്കാൾ അവരും മേലോട്ട് പോകും. എന്നാൽ ഫലാ തഖ്ലൂ ഫി അസ്ദിഖാഇക, ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ചങ്ങാതിമാരില് ഉണ്ടാകൂല എന്നൊന്നും കരുതണ്ട. അൻ ഹസൂദിൻ, അസൂയുള്ളവരുണ്ടാകൂല എന്ന് കരുതണ്ട. ഔ സ്വാഹിബി ഗറളിൻ, അല്ലെങ്കിൽ പല ആവശ്യക്കാരും എന്താണ്, യറാ മാ ലൈസ ബി ഐബിൻ ഐബ, ഐബല്ലാത്തത് ഐബാണ് എന്ന് കാണുന്ന അങ്ങനെ പല കോലക്കാരുണ്ടാവും, പല ലക്ഷ്യമുള്ളവരുണ്ടാവും. ഔ അൻ മുദാഹിനിൻ, അല്ലെങ്കിൽ ചിലരൊക്കെ അതൊക്കെ സാരമില്ല, അതൊന്നും പ്രശ്നമില്ല, അങ്ങനെ ഹറാമിനെ നിസ്സാരമായി കാണുക, കറാഹത്തിനെ നിസ്സാരമായി കാണുക, അപകടമുള്ളതിനെ നിസ്സാരമായി കാണുക, അതൊക്കെ ധാരാളമാണ്. യുഖ്ഫി അൻക ബഅദ ഉയൂബിക്, നിന്റെ ചില ന്യൂനതയൊന്നും നിന്നോട് പറയൂല, പറയണ്ട, ഇടങ്ങാറാണ്ട, വിഷമിക്കണ്ട, അങ്ങനെ കരുതുന്നവരാണ്. നമ്മളെ ശരീരത്തിൽ ഒരു തേള് കടിക്കാൻ പോവാണ്, അപ്പൊ അയാൾ സാരമില്ല, ഇടങ്ങാറാണ്ട, ഡ്രസ്സൊക്കെ കൊടയണ്ടേ എന്ന് പറയുന്ന മനുഷ്യൻ, അതിനേക്കാൾ എത്ര ഗൗരവാണിത്. വലിഹാദാക്കാന ദാവൂദ് ത്വാഇ, ദാവൂദ് ത്വാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നാസ, ജനങ്ങളുടെ അടുത്തൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു. ഫഖീല ലഹു, അവരോട് ചോദിച്ചു, ലിമലാ തുഖാലിത്തുൻ നാസ, നിങ്ങൾ എന്തിങ്ങനെ എവിടെയും വരാത്തത്, ആൾക്കാരുടെ അടുത്തൊന്നും നിങ്ങൾ എത്താത്തത് എന്താ? ഫഖാല വമാദാ അസ്നഉ ബി അഖ്വാം, ഞാൻ എന്താ ചെയ്യേണ്ടത്? യുഖ്ഫൂന അന്നി ഉയൂബി, അവരിങ്ങനെ എന്റെ ന്യൂനതകളൊക്കെ മറച്ചു വെച്ച് കഴിയാണ്. എന്നിട്ട് തഞ്ചം കിട്ടുമ്പോഴൊക്കെ, അവസരം കിട്ടുമ്പോഴൊക്കെ എന്നെ ന്യൂനത പറഞ്ഞു നടക്കുകയാണ്. എന്നെ ഉപദ്രവിക്കാൻ ചാൻസ് കിട്ടുമ്പോഴൊക്കെ ഉപദ്രവിക്കുകയും ചെയ്യും, എന്റെ മഹത്വം പറഞ്ഞ് നടക്കുകയും ചെയ്യും, മുന്നിലെത്തുമ്പോൾ. ഫക്കാനത്ത് ശഹ്വത്തു ദവിദ്ദീൻ, എന്നാൽ മതബോധമുള്ളവരുടെ താല്പര്യം എന്താ അറിയോ? അയ്യന്തബിഹൂലി ഉയൂബിഹിം, അവർക്ക് അവരുടെ ന്യൂനതകൾ മനസ്സിലാകണം. ബിതൻബീഹി ഗൈരിഹിം, മറ്റുള്ളവർ ന്യൂനത പറഞ്ഞു കൊടുക്കണം. അതെ, അവിടെ അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, അല്ലെ സുഹൃത്തെ, അവിടെ അങ്ങനെ അല്ലായിരുന്നു നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കണം. വഖദ് ആലൽ അംറു ഫീ അംസാലിനാ, നമ്മളെ പോലുള്ള ആൾക്കാരുടെ കാലം എത്തിത്തീർന്നത് എവിടെയാണെന്നറിയോ? ഇല അന്ന അബദൽ ഖൽഖി ഇലൈന, നമുക്ക് ഏറ്റവും വെറുപ്പ് ആരോടാ? മയ്യൻസഹുന, അവർ പറയും, ഞാൻ അത് ചെയ്യണ്ടടോ, അത് മോശ, ഹറാമല്ലേ. വയുഅരിഫുന ഉയൂബന, നിങ്ങൾ അവിടെ ചെയ്ത മോശമായിപ്പോട്ടെ, അങ്ങനെ പറയരുതേ, അത് തെറ്റൊന്നും ഇല്ലെങ്കിലും വഷളായിപ്പോയി, അങ്ങനെ പറഞ്ഞു. അത്
അങ്ങനെ ചെയ്യുന്നവർ അവരോട് ഭയങ്കര വെറുപ്പാ. അങ്ങനെയായി മാറിയിട്ടുണ്ട്. ഈമാൻ, ഇത് ഈ പറഞ്ഞതൊക്കെ ഈമാനിനെ കുറിച്ച് കുറച്ച് സമർത്ഥമായി പറഞ്ഞതാണ്, കുറച്ച് വ്യക്തതയോടെ പറഞ്ഞത്. ഫൈനൽ അഖ്ലാഖ സയ്യിഅത, മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഈ മോശമായ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്, പണ്ഡിതനായാലും പാമരനായാലും ഒക്കെ മോശമായ സ്വഭാവം എന്ന് പറയുന്നത് ഹയ്യാത്തുൻ അഖാരിബ് ലദ്ദാഹത്തുൻ, കടിക്കുന്ന കുത്തുന്ന തേളും പാമ്പും ഒക്കെയാണ്. കടിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്യുന്ന വിഷപ്പാമ്പുകളാണിത്. ഫലോ നബ്ബഹന മുനബ്ബിഹുൻ, ഒരാൾ നമ്മളെ ഉണർത്തി തന്നാൽ, അല അന്ന തഹ്ത സൗബിന അഖ്റബൻ, നമ്മളെ വസ്ത്രത്തില് ഒരു തേളുണ്ട്, നമ്മൾ ഇരുന്നതിന്റെ ചോട്ടിൽ ഒരു തേളുണ്ട് എന്ന് ഒരാൾ പറഞ്ഞു തന്നാൽ, ലതഖല്ലദിന മിൻഹു മിന്നത്തൻ, നമുക്ക് അയാളോട് എന്തോ ഒരു സ്നേഹാണ്. ഓ, അയാളത് ഉണർത്തി തന്നല്ലോ. ഫരിഹ്ന ബിഹി, അയാളെ വിഷയത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷാണ്. ഓ, അയാൾ നല്ലൊരു മനുഷ്യൻ, ഭയങ്കര ഉപകാരമായിപ്പോയി അയാൾ ചെയ്തത്. വസ്തഖൽനാ ബി ഇസാലത്തിൽ അഖ്റബി, ആ തേളിനെ കളയാൻ നമ്മൾ വല്ലാതെ മെനക്കെടും. വൈബാദിഹ വ ഖത്ലിഹ, അതിനെ തീർപ്പിക്കാൻ, അതിനെ കൊന്നുകളയാൻ നമ്മൾ മെനക്കെടും. സത്യത്തിൽ വൈന്നമാ നിക്കായത്തുഹ അലൽ ബദനി, അത് കുത്തിയാലും ശരീരത്തിനെ പറ്റുള്ളൂ. വയദൂമു അലമുഹ യൗമൻ ഫമാ ദൂനഹു, അതിന്റെ വേദന ഒരു ദിവസോ അല്ല അതിന്റെ താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. വനിക്കായത്തുൽ അഖ്ലാഖി, എന്നാൽ ഈ എന്നാൽ ഈ മോശം സ്വഭാവത്തിന്റെ അപകടം, അല്ല സ്വമീമിൽ ഖൽബ്, അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ കൊള്ളും. അഖ്ശ അൻ തദൂമ ബഅദൽ മൗതി അബദൻ, മരണശേഷവും എന്നും അത് നിലനിൽക്കും. ആലാഫം മിനസ്സിനീൻ, വർഷങ്ങളോളം നരകത്തിൽ കിടക്കാൻ അത് കാരണമാകും. തുമ്മ ഇന്നാലാ നഫ്റഹു, എന്നിട്ട് എന്താ നമ്മൾ സന്തോഷിക്കാത്തത്? ബിമയുനബ്ബിഹുന അലൈഹ, നമ്മളൊരു തെറ്റ് ഉയർത്തി തരുമ്പോൾ സന്തോഷിക്കണ്ടേ? അതൊരു ദൗർബല്യാണ്, തെറ്റുണർത്തി തരുന്നവനോട് വെറുപ്പ്. അവൻ നമ്മളെ തെറ്റ് പറഞ്ഞു കളഞ്ഞു. വലാനസ്തഗ്ലു ബി ഇസാലത്തിഹ, അത് ഒഴിവാക്കാൻ തെറ്റ് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുമില്ല. ബൽ നസ്തഗ്ലു ബി മുഖാബലത്തിൻ നാസിഹി, എന്ന് മാത്രമല്ല നമ്മൾ എതിരേൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ബി മിസ്ലി മഖാലത്തിഹി, അയാൾ പറഞ്ഞതുപോലത്തെ എന്തെങ്കിലും ഒരു കുറ്റം അയാൾക്കുണ്ടോ, ഇതാണ് നമ്മൾ നോക്കും. ഫനഖൂലു ലഹു, എന്ന് നമ്മൾ അയാളോട് പറയുകയും ചെയ്യും. അൻത അയ്ളൻ തസ്നഉ, അല്ല നിങ്ങളും ചെയ്യുന്നില്ലേ, കൈത്തവ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങളും ചെയ്യുന്നില്ലേ, നിങ്ങൾ എന്തിനാ നമ്മളെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കാൻ. അയാളോടുള്ള ശത്രുതയായി പിന്നെ നമ്മളെ പണി. അല്ലെങ്കിൽ അയാളെ ഈ ഒരു സതുപദേശം എടുക്കുന്നതിന് പകരം അയാൾക്ക് എന്തുണ്ട് ന്യൂനത, ഇതാ പിന്നെ നമ്മളെ മാറ്റർ. അതൊരു ഹൃദയത്തിന്റെ കാഠിന്യമാണ്. അല്ലത്തി അഫ്മറത്ത് ഹാ കസ്റത്തു ദുനൂബ്, തെറ്റുകൾ വർദ്ധിച്ചാലാണ് ഈ സ്വഭാവം ഉണ്ടാകേണ്ടത്. വാസുലു കുല്ലി ദാലിക ദുഅഫുൽ ഈമാൻ, ഇതെല്ലാം ഈമാനിന്റെ ഒരു ദൗർബല്യമാണ്, ഈമാൻ ദുർബലപ്പെട്ടു പോകുന്നതാണ്. ഫനസ്അലുല്ലാഹ അസ്സ വജൽ, അല്ലാഹുവിനോട് ദുആർക്കാം, അയ്യുൽഹിമന റുസ്ദന, നമുക്ക് നല്ല ബോധം ഉണ്ടാക്കി തരാൻ, വയുബ്സിറന ബിഉയൂബിന, നമ്മളെ ന്യൂനതകളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ, വയുസ്ഗിലുന ബിമുദാവാത്തിഹ, എന്നിട്ട് അതൊരു പെർമനന്റ് സ്വഭാവം, അത് നമ്മളെ സ്ഥിര സ്വഭാവമാക്കാൻ, വയുവഫിഖന ലിൽഖിയാമി ബിശുക്രി മൻ യുത്ലിഉന അലാ മസാവീന ബിമന്നിഹി വഫദ്ലിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് നമ്മളെ തെറ്റുകളും കുറ്റങ്ങളും മനസ്സിലാക്കി തന്ന ഒരാൾക്ക് ശുക്ർ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്. ഇനി മൂന്നാമത്തെ വഴി എന്താ? അത്വരീഖു സാലിസ്, മൂന്നാമത്തെ വഴി അൻ യസ്തഫീദ മഅരിഫത ഉയൂബി നഫ്സിഹി, നമ്മള് സ്വയം ഉയൂബ് മനസ്സിലാക്കുക, ന്യൂനതകൾ മനസ്സിലാക്കുക. മിൻ അൽസിനത്തി അഅദാഇഹി, ശത്രുക്കളെ നാവിൽ നിന്ന്, ശത്രുക്കൾ പറയുന്നത് ശ്രദ്ധിക്കുക. ഫൈന ഐന സുഖ്തി, ഒരാൾ വെറുപ്പിന്റെ കണ്ണോടെ നോക്കിയാൽ, തുബുദിൽ മസാവിയ, കുറെ കുറ്റം കാണും, ഉള്ളതും കാണും ഇല്ലാത്തതും കാണും. അതുകൊണ്ട് അയാൾ പറയുന്നത് നോക്കിയാൽ അതിൽ നിന്ന് ഉള്ള തെറ്റുകൾ തിരുത്താൻ എളുപ്പമാണ്. ഇൻസാനി, ഒരു മനുഷ്യനുള്ള ഉപകാരത്തിന്റെ സാധ്യത, ബി അദുവിൻ മുഷാഹിനിൻ, ചൂടനായ ശത്രു, അയാൾക്ക്
എപ്പോഴും പണിയുന്ന ഈ നമ്മളെ ന്യൂനത നോക്കലാണ്. അങ്ങനെയുള്ള ഒരു ശത്രു ഉണ്ടെങ്കിൽ അയാളെ ശ്രദ്ധിക്കുക. യുദക്കിറുഹു യദ്കുറുഹു ഉയൂബഹു, അയാള് ഉയൂബ് പറയും. അക്സറമിൻ ഇന്തിഫാഇഹി, അയാളെ കൊണ്ട് ഉപകാരം എടുക്കുന്നത് അത് എന്താണ്? ലാലന്തിഫാൽ ഇൻസാനി അക്സറു മിൻ ഇന്തിഫാഇഹി ബിസുദീഖിൻ മുദാഹിൻ, ഒരു ചങ്ങാതിയേക്കാൾ നല്ലത്. ഏത് ചങ്ങാതി? അവന് നമ്മളെ ന്യൂനതയൊന്നും അങ്ങനെ ശ്രദ്ധിക്കൂല. അങ്ങനെയുള്ള ഒരു ചങ്ങാതിയേക്കാൾ ഉപകാരം ഈ ശത്രുവിനെ ശ്രദ്ധിക്കുന്നത്. എന്നാൽ കുറച്ചും കൂടെ നമുക്ക് തെറ്റുകൾ തിരുത്താൻ എളുപ്പമാണ്. യുസ്നി അലൈഹി വ യംദഹുഹു, ഈ ചങ്ങാതി എപ്പോഴും നമ്മളെങ്ങനെ പുകഴ്ത്തും, നമ്മളിങ്ങനെ മധു പറയും, ഇല്ലാത്ത മധുവൊക്കെ അങ്ങനെ പറയും. വയുഖ്ഫി, എന്നിട്ട് അയാൾ മറച്ചു വെക്കും. എന്തെന്നറിയോ? അൻഹുയൂബഹു, ന്യൂനതകളൊക്കെ അയാൾ മറച്ചും വെക്കും. ന്യൂനതകളൊക്കെ അയാൾ മറച്ചും വെക്കും. അയാളെക്കാൾ ഈ ശത്രുവിനെ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ സേഫാണ്. ഇല്ല അന്നത്വബ, പക്ഷേ ഈ നമ്മുടെ പ്രകൃതം, നമ്മുടെ നാച്ചർ മജ്ബൂലുൻ അല തക്ദീബിൽ അദുബി, ശത്രു ഒരു ശരിയായ നമ്മുടെ ന്യൂനത പറഞ്ഞാലും അതൊക്കെ വിരോധം കൊണ്ട് പറയാം എന്ന് പറഞ്ഞു. ഹംലിമായ യഖൂലുഹു അലൽ ഹസദി, അവൻ ഹസദ് കൊണ്ട് പറയാണെന്ന് വെക്കുക. അങ്ങനെ നമ്മൾ ആദ്യം നോക്കാം. അങ്ങനെയല്ല നോക്കേണ്ടത്. അപ്പറയുന്നതിൽ എന്തോ കാര്യമുണ്ടോ എന്ന് നോക്കണം. വലക്കിന്നൽ ബസീറ, നല്ല ഉൾക്കാഴ്ചയുള്ളവൻ ലാ യഖ്ലൂ അനിൽ ഇന്തിഫാൽ, അയാൾക്ക് ഉപകാരം കിട്ടും. അയാൾ നോക്കും ശത്രു പറയുമ്പോഴെന്നും ബിഖൗലി അഅദാഇഹി, ശത്രുക്കളെ വാക്കും നോക്കും. ഫൈന മസാവീഹി ലാബുദ്ദ, എന്തായാലും കുറെ ന്യൂനതയൊക്കെ ഉണ്ടാവും, ഏതു മനുഷ്യനും ഉണ്ടാവൂലേ. തന്തശിറ അല അൽസിനത്തിഹി, അവരുടെ നാവിലൂടെ അത് പ്രചരിക്കും. അതുകൊണ്ട് ന്യൂനത ഉണ്ടോന്ന് നോക്കും, എന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാഷാ അള്ളാഹ്. സലിമാമിന്റെ ഒരു വിശദീകരണം. ഇനി നാലാമത്തെ വഴി, നമ്മളെ ന്യൂനതകൾ കണ്ട് തിരുത്താൻ. നാലാമത്തെ വളരെ ഉപകാരപ്പെടുന്ന ഇതാണ്. ഇതിന്റെ കൺക്ലൂഷനിലേക്ക് വരികയാണ്. തഹ്ദീബ്, സ്വഭാവ സംസ്കരണത്തിന്റെ കൺക്ലൂഷനിലേക്കാണ്. നാലാമത്തെ വഴി അയ്യുഖാലിത്തന്നാസ, ജനങ്ങളുടെ ഇടയിൽ ഇടപെടുക. അയ്യുഖാലിത്തന്നാസ്, ജനങ്ങളുമായി ഇടപെടുക. ഫകുല്ലു മാ റആഹു മദ്മൂമൻ ഫീമാ ബൈനൽ ഖൽഖി, ജനങ്ങളെ ഇടയിൽ മോശമായി കാണുന്ന എല്ലാ കാര്യവും ഫയുതാലിബു നഫ്സഹു ബിഹി, എന്നിൽ അതുണ്ടോ നോക്കണം. ജനങ്ങളുടെ അടുത്തും ന്യൂനത കാണും, അത് എന്റെ അടുത്തുണ്ടോ നോക്കണം. അവന്റെ ന്യൂനത നോക്കി നടക്കണ്ട, അത് എന്റെ അടുത്തുണ്ടോ നോക്കണം. വയൻസിബുഹായി, അതെന്താ നീ അത് ചെയ്യുന്നില്ലേ എന്ന് സ്വന്തത്തെ ആത്മവിചാരണ ചെയ്യുക. ഫൈനൽ മുഅ്മിന മിർആത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് കണ്ണാടിയെ പോലെയാണ്. ഫയറാ മിൻ ഉയൂബി ഗൈരിഹി, മറ്റൊരാളുടെ ന്യൂനത കണ്ടാൽ ഉയൂബ നഫ്സിഹി, സ്വന്തം ന്യൂനത മനസ്സിലാകും. വയഅലമു, അയാൾ മനസ്സിലാക്കും അന്നത്തുബാ, ഈ മനുഷ്യന്റെ പ്രകൃതം മുത്തഖാരിബത്തുൻ, അത് വളരെ സാധ്യത ഉള്ളതാണ്. മുത്തഖാരിബത്തുൻ, അതൊക്കെ സാധ്യത ഉള്ളതാണ്. ഫിത്തിബായിൽ ഹവ, ഈ ശാരീരിക താല്പര്യങ്ങളെ പിന്തുടരാൻ സാധ്യത ഉള്ളതാണ് പൊതുവെ മനുഷ്യൻ. അതുകൊണ്ട് എന്റെലും ഉണ്ടാകൂലേ, ഞാൻ വലിയ പണ്ഡിതൻ അല്ലെ, ഞാൻ വലിയ തികഞ്ഞോൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്റെ അടുത്തും അത്തരം പ്രശ്നം ഉണ്ടാവൂലേ. ഫമായത്തസുബിഹി വാഹിദും മിനൽ അഖ്റാൻ, എന്റെ സമകാലികരിൽ ഒരാള് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഒരു ദിവസം പിന്നെ ഒരു കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു പണ്ഡിതൻ അയാള് മകളെ പഠിപ്പിക്കുമ്പോ വളരെ മോശം സാഹചര്യത്തിൽ പഠിപ്പിക്കുകയും എന്നിട്ടൊരു അപകടകരമായ വളരെ മോശമായ ഒരു സ്വഭാവം കണ്ടിട്ട് അതിനെ വളരെ നിസ്സാരവൽക്കരിക്കും. അപ്പോ ഞാൻ അയാൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ആലോചിക്കുന്നതിന് പകരം എനിക്കും ആ സ്വഭാവം ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലേ, ഞാനൊന്നുകൂടെ ശ്രദ്ധിക്കണല്ലേ എന്ന് ചിന്തിച്ചാൽ
അതാണ് റെഡി. നമ്മളെ ഈ കാലഘട്ടത്തിൽ ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ലായം ഫക്കുൽ കർണുൽ ആഖർ, മറ്റൊരു സമകാലികനും അന്നസുലിഹി അതൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അവൻ ആഴമിൻഹു, ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ ഉണ്ടോ നോക്കണം. അവൻ ഷൈഇൻ മിൻഹു, അല്ലെങ്കിൽ അതുപോലെ ചിലത് നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കണം. ഫൽയതഫഖദ് നഫ്സഹു, സ്വന്തം നഫ്സിനെ കുറിച്ച് ഒന്ന് വിചാരണ ചെയ്തു നോക്കണം. വയുതഹിറുഹാ മിൻ കുല്ലി മാ യദുമ്മുഹു മിൻ ഗൈരിഹി, മറ്റുള്ളവരിൽ നിന്ന് മോശമായി കാണുന്നതിൽ നിന്നെല്ലാം സ്വന്തത്തെ ശുദ്ധീകരിക്കണം. വനാഹീക ബിഹാദാ തഹദീബൻ, ഇതൊക്കെ മതി നിനക്ക്. ഫലൗ തറക്കന്നാസ കുല്ലഹും ഫലൗ തറക്കന്നാസു കുല്ലുഹും, ജനങ്ങളെല്ലാം ഉപേക്ഷിച്ചു, മായക്രഹൂൻ, മോശമായതെല്ലാം ഉപേക്ഷിച്ചാൽ, മിൻ ഗൈരിഹിം, മറ്റുള്ളവരിൽ നിന്ന് മോശമായി കാണുന്നതൊക്കെ ഉപേക്ഷിച്ചാൽ, ലസ്തഗ്നൗ അനിൽ മുഅദ്ദിബ്, പിന്നെ മറ്റൊരു മുഅദ്ദിബില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷപ്പെടാൻ പറ്റും. ഗസാലി ഇമാമിന്റെ നല്ലൊരു ഷോർട്ട് സൊല്യൂഷൻ, എളുപ്പ വഴി. ഖീല ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹി സ്വലാമിനോട് ഒരിക്കൽ ചോദിച്ചു, മൻ അദ്ദബക, ആരാ നിങ്ങളെങ്ങനെ നല്ല അദബ് പഠിപ്പിച്ചു തന്നതാരാ? കാലമാ അദ്ദബനി അഹദുൻ, എന്നെ ആരും പഠിപ്പിച്ചതൊന്നുമല്ല. പിന്നെ റഅയ്തു ജഹ്ലൽ ജാഹിൽ, ഞാനൊരു വിവരക്കേടുള്ളവന്റെ വിവരക്കേട് കാണുമ്പോ, ഷൈനൻ മോശമായിട്ട് കാണുമ്പോ, ഫജ്തനബ്തുഹു, ഞാനത് ഒഴിവാക്കും. വഹാദാ കുല്ലുഹു, ഇപ്പറഞ്ഞതൊക്കെ, അതായത് മറ്റൊരാളിൽ വിവരക്കേട് കാണുമ്പോ ഞാനത് ഒഴിവാക്കും, അപ്പൊ ഞാൻ രക്ഷപ്പെടും. വഹാദാ കുല്ലുഹു, ഇപ്പറഞ്ഞതൊക്കെ, ഹിയലു മൻ ഫഖദ ശൈഖൻ ആരിഫൻ ദകിയൻ ബസീറൻ ബിഉയൂബിൻ നഫ്സ്, പോരായ്മകൾ, ന്യൂനതകൾ വളരെ ഉൾക്കാഴ്ചയോടെ, നല്ല ബുദ്ധികൂർമ്മതയോടെ മനസ്സിലാക്കി തരുന്ന ഒരു ആരിഫായ ഷെയ്ഖിനെ കിട്ടാത്തവർക്കുള്ള ഹിക്മത്തുകളാണ്, തന്ത്രങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. മുഷ്ഫിഖൻ, സ്നേഹമുള്ള, നാസിഹൻ, നല്ല സതുപദേശമുള്ള, ഫിദ്ദീനി, ദീനി വിഷയങ്ങളിൽ നല്ല നിഷ്കളങ്കതയും സ്നേഹവും ബോധ്യവും ഒക്കെ ഉള്ള അത്തരം ആൾക്കാരെ കിട്ടാത്തപ്പോ, ഫാരിഗൻ മിൻ തഹദീബി നഫ്സിഹി, അതുപോലെ സ്വയം ശുദ്ധീകരണം നടത്തി കഴിഞ്ഞ അത്തരം ആൾക്കാരെ കിട്ടാത്തപ്പോ, മുസ്തഖിലൻ ബി തഹദീബി ഇബാദില്ലാഹി തആല നാസിഹൻ ലഹും, മറ്റുള്ളവരെ സംസ്കരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കിട്ടാത്തപ്പോൾ അപ്പോഴുള്ള പരിപാടിയാണ്. ഫമൻ വജദ ദാലിക, അങ്ങനെ ഒരാൾ ഫമൻ വജദ ദാലിക, ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ, ഫഖദ് വജദ ത്വബീബ, അയാൾക്ക് ഡോക്ടറെ കിട്ടി. ഫയുലാസിമുഹു, അയാളെ ഫോളോ ചെയ്യണം. ഫഹുവല്ലദീ യുഖ്ലിസുഹു മിൻ മറദിഹി, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഡോക്ടർ അയാളാണ്. വയുൻജീഹി മിനൽ ഹലാക്, അയാളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ളത് ആ ഡോക്ടറാണ്. അല്ലദീ ഹുവ ബിസ്വദദിഹി, അയാളാണ് അതിന്റെ നേരായ റൂട്ടിലുള്ള. അപ്പൊ നമുക്ക് ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഇതൊക്കെയാണ്. ഈ വഴിയിൽ ശ്രദ്ധ വെച്ചാൽ വലിയൊരു തൗഫീഖാണ്, രക്ഷപ്പെടാനുള്ള വഴിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ഗസാലി ഇമാമിന്റെ ഈ ഒരു ചർച്ചകൾ അതിടക്കിടെ ഇങ്ങനെ വായനയ്ക്ക് വിധേയമാക്കുകയും കേൾവിക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലും അള്ളാഹു നന്മ നേരത്തെ വെച്ചിട്ടുണ്ട്. ആ നന്മ ഉണരുകയും ആ നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സഹായകമാകുകയും ചെയ്യും. പലപ്പോഴായി നാം ഗസാലി ഇമാമിന്റെ, അതുപോലെ മഹാന്മാരായ ഇമാമുകളുടെ, സ്വാലിഹീങ്ങളുടെ, സലഫു സ്വാലിഹുകളുടെ ഇത്തരം നിർദ്ദേശങ്ങൾ അതിങ്ങനെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിനൊരു മാറ്റം ഉണ്ടാവും, മനസ്സിനൊരു റാഹത്തുണ്ടാവും. നല്ലതിലേക്കുള്ള ഒരു ഉൾവിളി, ഒരു തട്ടിത്തിരിക്കൽ, അത് നമുക്ക് എളുപ്പമാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഹാപ്പി സോണിന്റെ വലിയൊരു പദ്ധതിയാണ് വൈജ്ഞാനിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുക എന്ന, അഥവാ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സംവിധാനവുമായി ഇടപെട്ട് കഴിയുന്ന ഖിദ്മത്തുകൾ, സർവീസുകൾ, സേവനങ്ങൾ ചെയ്യുക എന്ന ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം ദായികളായ, പ്രബോധന പ്രവർത്തകരായ, നിഷ്കളങ്കരായ കൂട്ടുകാർ, അവരുടെ ഒരു പരിശ്രമമാണ് ഹാപ്പി സോൺ എന്നത്. അതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈജ്ഞാനിക മേഖലകളിലുള്ള പുതിയ, അതായത് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളെ, സച്ചരിതരായ മഹാന്മാരെ പിന്തുടർന്നുകൊണ്ടുള്ള നവീകരണം അല്ലെങ്കിൽ ഇടപെടലുകൾ, ആ ഇടപെടലുകൾ ഒരു ശ്രമമായി, ഒരു സർവീസായി ചെയ്യാൻ ശ്രമിക്കുന്നു.
അതിന്റെ ഭാഗമായി വ്യത്യസ്ത പദ്ധതികൾ നടക്കുന്നു. മുദരിസ് ട്രെയിനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതില് ഇന്നൊരു ഫ്രീ സെഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ 8:30 മണിക്ക് ഇൻഷാ അല്ലാഹ്. അതില് ഒക്കെ നേരത്തെ പങ്കെടുക്കുന്നവരുണ്ട്. മുദരിസുമാർക്കാണ് ആ ട്രെയിനിങ് നടക്കുന്നത്. തദ്രീസിന്റെ മേഖലയും ഒരുപാട് നവീകരണങ്ങളും ഇടപെടലുകളും ആവശ്യമുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ്. ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് മതപഠനം നടത്താൻ വേണ്ടി ഇറങ്ങിയാൽ ആ വിദ്യാർത്ഥി നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുക, അധ്യാപനത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഉള്ള ഒരു ശ്രമമാണത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ പങ്കെടുക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിന്റെ ശ്രമങ്ങൾക്ക് വേണ്ടി വളരെ സാഹസികമായി പിന്തുണക്കുകയും കൂടെ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാ ഖൈറാത്തുകളും എല്ലാ നന്മകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ കാവലും അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് പേര് ഒരുപാട് വിഷയങ്ങൾ നേരിടുന്നവരുണ്ട്, പ്രതിസന്ധികൾ ഉള്ളവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാ പ്രതിസന്ധികൾക്കും ഖൈറായ എളുപ്പമുള്ള ഇസ്സത്തുള്ള പരിഹാരം നൽകുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെല്ലാരെയും നീ സ്വീകരിക്കണം റഹ്മാൻ. ബഹുമാനമുള്ള ദിവസം, ബഹുമാനമുള്ള സമയം, നല്ലൊരു ലക്ഷ്യത്തിലും നല്ലൊരു വഴിയിലും ഒരുമിച്ച് കൂടാൻ നീ തന്ന തൗഫീഖ്, ഇത് ഞങ്ങളിൽ നിന്നും നീ കബൂലാക്കണേ റഹ്മാൻ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും പോരായ്മകളും ഒക്കെ പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള സന്തോഷങ്ങളും അഭിവൃദ്ധിയും ആരോഗ്യവും ഒക്കെ നീ തുറന്നു തരണേ റഹ്മാൻ. ജീവിതാവശ്യങ്ങളിൽ ഞങ്ങൾ നേരിടുന്ന പ്രധാന വിഷയങ്ങളിലെല്ലാം അർഹമുർ റഹീമീനായ റബ്ബേ നീ സഹായിക്കണേ അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളെ, അവരുടെ മദദ്, നിന്റെ മദദ് എല്ലാം ഖൈറായ വഴിയിൽ നീ ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാൻ. ഞങ്ങളെല്ലായിടത്തും നീ കാക്കണേ റഹ്മാൻ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സന്തോഷമുള്ള വഴിയിൽ, എളുപ്പമുള്ള വഴിയിൽ, ഇസ്സത്തുള്ള വഴിയിൽ, അന്തസ്സുള്ള വഴിയിൽ നിൽക്കണേ റഹ്മാൻ. ഈ ലോക ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർത്ത്, ഈമാനോടെ തഖ്വയോടെ ജീവിച്ചു തീർത്ത്, അവസാനം നല്ല സമാധാനത്തോടെ കാമിലായ ഈമാനോടെ മരിക്കാൻ തൗഫീഖ് തരണേ റഹ്മാൻ. ഞങ്ങളെ ഖബർ ജീവിതത്തിലും പരലോക ജീവിതത്തിലൊക്കെ വിജയികളിലാക്കണേ റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളും ഗുരുനാഥന്മാരും പ്രിയപ്പെട്ടവരും ഞങ്ങളെ സഹപ്രവർത്തകരും ഞങ്ങളെ സഹായികളും റബ്ബേ, ഞങ്ങളെല്ലാവരെയും ഈ ഖബറിലും പരലോക ജീവിതത്തിലും വിജയികളാക്കണേ റഹ്മാനെ. സന്തോഷമുള്ളവരാക്കണേ റഹ്മാനെ. വലിയ ഇസ്സത്തുള്ളവരാക്കണേ റഹ്മാനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലിവാഉൽ ഹംദിന്റെ കീഴിൽ സ്വർഗീയ ലോകത്ത് അവിടുത്തെ ജിവാറിൽ എല്ലായിടത്തും ഞങ്ങളെ മഖ്ബൂലായി ഒരുമിപ്പിക്കണേ റഹ്മാനെ. സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി കടം വീടാനും അതുപോലെ ജീവിതാവശ്യങ്ങൾക്ക് എല്ലാറ്റിനും വേണ്ടി അള്ളാഹു എല്ലാവർക്കും എല്ലാ ഖൈറും പ്രദാനം ചെയ്യട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്ത് ഇൻഷാ അല്ലാഹ്. അതിന് പറ്റിയ നല്ല സദസ്സാണ്. ഒരുപാട് നല്ല പണ്ഡിതന്മാരൊക്കെ ഒരുമിച്ച് കൂടിയ, ഒരുപാട് നല്ല നല്ല സ്വാലിഹ്യങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സാണ് ഇൻഷാ അല്ലാഹ്. ഈ സദസ്സ് തൽക്കാലം ഇവിടെ ക്ലോസ് ചെയ്യുന്നു. തദ്രീസിന്റെ ഇതിപ്പോ തുറക്കാണ്. ഇപ്പൊ 8:30 തുടങ്ങും. 8:30 മുതൽ ഒരു 9 മണി വരെ ആ സദസ്സ് ഉണ്ടാകും. അത് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഉണ്ടാകുക. ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ ഓരോ വിഷയങ്ങൾ പറയലും ഇടപെടലുമാണ് ഉണ്ടാകുക.